ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള 105 വർഷമുള്ള മാധവേൻ്റെ ചായക്കട പാടൂർ. അവിടെയാണ് ഞാൻ വന്നത്. ചായ കുടിക്കാൻ വന്നതാണ്. പക്ഷേ വേറെ വൈബാണ് കേട്ടോ ഇവിടെ. കണ്ടോ പുറകിൽ പാട്ട് കേൾക്കണ്ടില്ലേ? വേറെ വൈബാണ്. പാടുന്നവരും പാടാൻ അറിയാത്തവരും പാടാൻ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ഇവിടെ ഉണ്ട്. നല്ലൊരു ചായ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് എത്ര ദൂരെ ആയാലും അവിടെ പോയി കുടിക്കാൻ തയ്യാറാണ് നമ്മൾ മലയാളി. ചായയുടെ കൂടെ ദേ ഇതുപോലൊരു പഴമയുടെ ഫാക്ടറി ഉണ്ടെങ്കിലും ഇപ്പോഴും ഓലമേഞ്ഞ ഒരു ചായക്കട. 105 വർഷമായിട്ടുള്ള പാടൂരത്തെ മാധവേന്റെ ചായക്കട. ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ അധികം സ്ഥലത്ത് കണ്ടുവരാത്ത എരുമപ്പാൽ കൊണ്ടാണ് ഇവിടെ ചായ ഉണ്ടാക്കുക. ചായക്കടയുടെ തൊട്ടു പുറകിൽ തൊഴുത്തുണ്ട്. കഴിക്കാനായിട്ട് പുട്ടും പപ്പടവും പിന്നെ ദേ പൊരിച്ച പത്തിരിയും. ഭക്ഷണം കഴിക്കലല്ല ഇവിടുത്തെ മെയിൻ പരിപാടി. എരുമപ്പാൽ കൊണ്ടുള്ള ചായ. പഴമ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച കഥയാണ് മാധവേന്റെ ചായക്കട. ഇവിടെ വെള്ളം ചൂടാക്കുന്നത് വരെ വിറകടുപ്പിൽ വെള്ളം തിളച്ചു എന്ന് പറയാനായിട്ട് അതിൻ്റെ അകത്തൊരു ഓട്ടക്കാലിനെ ഇട്ടിട്ടുണ്ട്. ഇരിക്കാനാണെങ്കിൽ ബെഞ്ചും ഡെസ്കും, ആസ്വദിക്കാനായിട്ട് റേഡിയോയിലത്തെ പാട്ടും. പിന്നെ ദേ ഇതുപോലത്തെ പണപ്പെട്ടി ഇപ്പോൾ എവിടെയും കാണാറുണ്ട്. ഇനി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, പാടാൻ കഴിവുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ മഹഫിൽ പങ്കെടുക്കും. ആ പാട്ട് ആസ്വദിക്കാനായിട്ട് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും കൂടെ ഉണ്ടാവും. പാടൂർ ഗ്രാമത്തിലെ ഈ ഒരു ചായക്കടയിൽ കുറ്റം പറിച്ചിട്ടില്ല, പരദൂഷണം പറിച്ചിട്ടില്ല. മറിച്ച് കഴിവുള്ളവർക്ക് അംഗീകാരവും സ്നേഹവും മാത്രം. പഴമയുടെ ഈ ഒരു ന്യൂസ് ആസ്വദിക്കാനായിട്ട് ഒരു വട്ടെങ്കിലും പാടൂരത്തെ മാധവേന്റെ ചായക്കടയിൽ വരാട്ടോ. മാധവേൻ്റെ ചായക്കട പാടൂർ. ഇവരൊക്കെ നമ്മളെ പാട്ടുകാരും പാട്ട് ആസ്വദിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വരിക മാധവേൻ്റെ ചായക്കട.